പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആമേൻ. ഇന്ന് നാം ഒരു പ്രത്യേക വിഷയം സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ അവസരമെടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഏവരും ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എല്ലാവരും, വിശ്വാസികളായ എല്ലാ മറ്റുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യം മുതൽ ദൈവം നടപ്പിലാക്കിയ വിവാഹ ശുശ്രൂഷ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് യഥോചിതം മനസ്സിലാകാത്തതിൻ്റെ കാരണത്താൽ കുടുംബജീവിതം, വിവാഹ ജീവിതം അതൊക്കെ അലങ്കോലപ്പെട്ട് ജീവിതം വല്ലാത്ത നിലവാരങ്ങളിലായി തീരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് രണ്ട് ഘട്ടമായി ഞാൻ ഈ വിഷയം ഈ BM ബഥേൽ ഇതിൽ അതായത് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധയോടെ കേട്ടാലും അത് നമുക്ക് പ്രയോജനം ചെയ്യട്ടെ. അത് വിവാഹ ശുശ്രൂഷ എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തെ മാനിക്കുന്ന ഒരു ബൈബിളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തെ വിവാഹങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കാവുന്നതാണ്. ഒന്നാം ആമേൻ ആദാമിൻ്റെ വിവാഹത്തോടുകൂടി സമാരംഭിക്കുന്ന പുസ്തകം ഒടുവിലത്തെ ആദാമായ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായ തൻ്റെ സഭയെ വേളി കഴിക്കുന്നതോടുകൂടി അവസാനിക്കുന്നു. പ്രൈസ് ലോർഡ്. ഒന്നാമത്തെ വിവാഹം ഏദേൻ തോട്ടത്തിൽ വെച്ച് നടന്നു. ചടങ്ങ് ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. രണ്ടാമത്തേത് ഇസ്ഹാക്കിൻ്റെതാണ്. അത് വെളിമ്പ്രദേശത്ത് വെച്ചാണ് നടന്നത്. റിബേക്കയെ ഭാര്യയായി സ്വീകരിക്കുന്നു. മൂന്നാമത്തേത് യാക്കോബിൻ്റെ വിവാഹമാണ്. നാലാമത്തേത് സിംസോൻ്റെ വിവാഹമാണ്. അഞ്ചാമത്തേത് റൂത്തിൻ്റെ ആമേൻ പ്രൈസ് ലോർഡ് വിവാഹം. പട്ടണത്തിലെ 10 മൂപ്പന്മാരെ വരുത്തി സാക്ഷ്യപ്പെടുത്തുന്നു. പരസ്യമായി സ്വീകരിക്കുക എന്നതാണ്. അതല്ലാതെ മറ്റ് ചടങ്ങ് ആമീൻ ഒന്നും ബൈബിളിൽ കാണുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യജീവിതം അർത്ഥപൂർണതയിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തിച്ചേരുന്നത് വിവാഹം എന്ന മഹൽ കർമ്മത്തിലൂടെയാണ്. ആമേൻ. സൃഷ്ടികർമ്മം ആമേൻ നടത്തിയ സൃഷ്ടാവാം ദൈവം താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു. എന്നാൽ സൃഷ്ടിയുടെ മണിമകുടമായിരിക്കുന്ന മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നും ദൈവം അത് ദർശിച്ചു. അവന് തക്ക തുണയുണ്ടാക്കി കൊടുത്തു. ഉൽപ്പത്തി 2:18 വാക്യത്തിൽ നമുക്കത് വായിപ്പാൻ കഴിയുന്നു. അങ്ങനെ ദൈവത്താൽ സ്ഥാപിതമായ മഹനീയ കർമ്മമാണ് വിവാഹം. ആയതിനാൽ വിവാഹം വിലക്കുവാനോ വിവാഹ ജീവിതം ആമേൻ പ്രൈസ് ലോർഡ് കൂടാതെ കഴിയുവാനോ വേദപുസ്തകം അനുശാസിക്കുന്നില്ല. രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ, വ്യത്യസ്ത ആശയങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത കുടുംബങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, വ്യത്യസ്ത ജീവിത രീതികൾ ഒന്നായി ചേരുന്ന അവസ്ഥയാണ് വിവാഹത്തിലൂടെ സാധിക്കുന്നത്. ആമേൻ. വിവാഹം ദൈവത്താൽ സ്ഥാപിതമാണ്. വിവാഹ ജീവിതം ധന്യമായി തീരുവാൻ ദൈവത്തിൽ ആശ്രയിക്കണം. ആമേൻ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും വിവാഹ ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരും പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില പ്രായോഗിക നടപടിക്രമങ്ങളും ഇതിൽ ദൈവവചനം എന്ത് പറയുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായി കാതോർക്കാം. ദൈവത്തിന് സ്തോത്രം. 1. വിവാഹത്തിൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വിവാഹം ദൈവത്താൽ സ്ഥാപിതമാണ്. ആലോചനക്കാരനും സ്വർഗസ്ഥനായ ദൈവമാകുന്നു. വിവാഹ ശുശ്രൂഷയല്ല പ്രാധാന്യം, വിവാഹ ജീവിതമാണ്. യേശു ക്രിസ്തുവിലൂടെ കുടുംബജീവിതത്തിന് ഭദ്രതയുണ്ട് എന്ന് ദൈവം വചനം പഠിപ്പിക്കുന്നു. ആദിയിൽ
ഒരു ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്തിയവരെ വീണ്ടും ഒന്നാക്കി തീർക്കുന്ന ഒരു മകൾ ശുശ്രൂഷയാണ് വിവാഹം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട മണവാളനും മണവാട്ടിയും ഭാവി ജീവിതത്തിലെ ജീവൽ സഖികളായി തീരുന്ന പ്രത്യേക ഉടമ്പടി അഥവാ ഉഭയസമ്മതമാണ് വിവാഹം. ഇത് ഒരു താൽക്കാലിക ബന്ധമല്ല, പിന്നെയോ ഉടമ്പടിയുടെ ഭാര്യയും കൂട്ടാളിയുമായി തീരുന്ന ബന്ധമത്രേ. ഹല്ലേലൂയ. വിവാഹം വളർന്നുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള ശാരീരിക, മാനസിക, ആത്മീയ വളർച്ചയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം നടത്തിയ ഒന്നാമത്തെ വിവാഹത്തിന് ശേഷം ഏകദേശം 4000 വർഷങ്ങൾ കഴിഞ്ഞാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ എപ്പോഴും തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിച്ച പരീശന്മാർ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി വളരെ പ്രസക്തമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മത്തായിയുടെ സുവിശേഷം 19:6 തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ സമ്പൂർണ്ണ ദൈവമാണെന്ന് തെളിയിക്കുന്ന അത്ഭുതവും യേശു ആദ്യം നടത്തിയത് കല്യാണ വീട്ടിൽ വെച്ചായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 2:1-10 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികളുടെ പിതാവെന്നും ദൈവത്തിൻ്റെ സ്നേഹിതനെന്നും പേര് ലഭിച്ച അബ്രഹാം, അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാർ ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്ക്, ദൈവിക നീതിയുടെ കാവൽ ഭടനായ നോഹ തുടങ്ങിയ പഴയ നിയമ ഭക്തന്മാരും ഇസ്രായേൽ പുരോഹിതർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ, പുതിയ നിയമ അപ്പോസ്തലന്മാർ, 1 കൊരിന്ത്യർ 9:5, ക്രിസ്തു ശിഷ്യൻ പത്രോസ്, സഭാ അധ്യക്ഷന്മാർ, 1 തിമോത്തി 3:1, 1-12 വരെയുള്ള വാക്യങ്ങൾ, തീത്തോസ് 1:6, തുടങ്ങിയവർ എല്ലാം വിവാഹിതരും കുടുംബജീവിതം നയിച്ചവരുമായിരുന്നു. വിവാഹ ജീവിതം സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമല്ല. ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ഭക്തനായിരുന്നു. മക്കളും കൊച്ചുമക്കളും ഉണ്ടായിരുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പൗലോസ് തൻ്റെ മറ്റ് ലേഖനങ്ങളിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും വളരെ ശക്തമായ ഉപദേശം സ്ഥാപിക്കുന്നുണ്ട്. വിവാഹം വിലക്കുന്നത് ഭൂതങ്ങളുടെ ഉപദേശമാണെന്ന് പൗലോസ് പറയുന്നു. 1 തിമോത്തി 4:1-3 വരെയുള്ള വാക്യം, വിവാഹത്തിൻ്റെ ആലോചനക്കാരനും സ്ഥാപകനും ദൈവമാകയാൽ വിവാഹത്തെ എല്ലാവരും മാനിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധം നിർമ്മലമായിരിക്കണം. എബ്രായ ലേഖനം 13:4 അത് നാം വായിക്കുന്നു. രണ്ടാമത്, വിവാഹത്തിൻ്റെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. തക്ക തുണയായിരിക്കാൻ, അതായത് ഉൽപ്പത്തി 2:18, സഭാപ്രസംഗി 4:9-12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസൃഷ്ടിയായ ജീവജാലങ്ങളെല്ലാം തന്നെ മനുഷ്യൻ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ തുണയായിരുന്നു. മനുഷ്യർ അവയ്ക്കെല്ലാം പേര് നൽകി, എന്നാൽ അവയൊന്നും മനുഷ്യന് തക്കതായ തുണയായി ഭവിച്ചില്ല. ദൈവം കൂട്ടിച്ചേർക്കുന്നത് മാത്രമാണ് തക്ക തുണ, അല്ലാത്തതെല്ലാം വെറും തുണയാണ്. ദൈവം ആദാമിൽ നിന്നും എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൾ മനുഷ്യന് തക്ക തുണയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2:22 വാക്യം. ശാരീരികമായും മാനസികമായും ആശയപരമായും ചിന്താപരമായും വൈകാരികമായും ചേരുവാൻ കഴിയുന്നത് തക്ക തുണയ്ക്ക് മാത്രമായിരിക്കും. അതും ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് മാത്രം. വിവാഹമെന്ന മകൾ കർമ്മത്തിലൂടെ 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ തക്ക തുണയായി ദൈവം കൂട്ടിച്ചേർക്കുന്നു. കുടുംബ ശ്രേഷ്ഠതയും സൗന്ദര്യവും പണവും നോക്കി തുണയെ തിരഞ്ഞെടുക്കാറുണ്ട്. പലപ്പോഴും ആ തിരഞ്ഞെടുപ്പ് തക്ക തുണയായി തീരുന്നില്ല. രക്ഷിക്കപ്പെട്ട യുവാവിന് രക്ഷിക്കപ്പെട്ട യുവതിയാണ് തക്ക തുണ. രക്ഷിക്കപ്പെട്ട യുവതിക്ക് രക്ഷിക്കപ്പെട്ട യുവാവാണ് തക്ക തുണ. തക്ക തുണയെന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ജീവിത പങ്കാളി, ദുഃഖവേളയിൽ ആശ്വസിപ്പിക്കുന്ന ജീവിത സഖി. തക്ക തുണ.
അനുഗ്രഹപ്രദമാണ്, തക്ക തുണ ആശ്വാസപ്രദമാണ്, തക്ക തുണ ആനന്ദപ്രദമാണ്, തക്ക തുണ അഭിവൃദ്ധി ഹേതുവാണ്, തക്ക തുണ സ്നേഹസന്നാഹമാണ്. ആമേൻ. തക്ക തുണ പ്രത്യാശ നിർഭരമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായി വിവാഹ വംശവർദ്ധനവിന്, നിലനിൽപ്പിന്. ആമേൻ. ദൈവം ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. രണ്ടുപേർക്കും കൂടി ദൈവം ഇട്ട പേര് ആദാം എന്നാണ്. ആമേൻ. ഉൽപ്പത്തി 5:2 നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറവിൻ എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 1:26, 27, 28 വാക്യം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അത്രേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ദൈവവചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:26, 1 തിമോത്തി 5:14, തീത്തോസിന്റെ ലേഖനം 2:4-5 വാക്യങ്ങൾ. നിർമ്മലതയായി നിർമ്മിതമായ ഭൂമി, ദൈവനിർമ്മിതമായ ഭൂമി നിർജീവാവസ്ഥയിലേക്ക് പോകാതിരിക്കുവാനും ദൈവിക കാര്യപരിപാടികളുടെ പൂർത്തീകരണം സാധ്യത പ്രാപിക്കുന്നതിനും വിവാഹവും അനന്തര ജീവിതവും അത്യന്താപേക്ഷിതമാണ്. കുടുംബം ദൈവത്താൽ സ്ഥാപിതമാണ്. മനുഷ്യനിർമ്മിതമായതെല്ലാം തരിപ്പണമാകുമ്പോൾ ദൈവത്താൽ സ്ഥാപിതമായ കുടുംബം എന്നേക്കും നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ആമേൻ. വിശുദ്ധ ജീവിതത്തിന് പരിശുദ്ധനായ ദൈവത്താൽ സ്ഥാപിതമായ വിവാഹവും അനന്തര ജീവിതവും വിശുദ്ധമാണ്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. 1 കൊരിന്ത്യർ 7:2 വാക്യം. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കും. എബ്രായ ലേഖനം 13:4. ആമേൻ. മാനവജാതിയുടെ ചാരിത്ര്യ ശുദ്ധിക്ക് വംശവർദ്ധനുമായി ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് വിശുദ്ധ വിവാഹം. അശുദ്ധിയിലും അസാന്മാർഗത്തിലും അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളേണ്ടതാണ്. 1 കൊരിന്ത്യർ 7:2-9 വാക്യങ്ങൾ. കൂട്ടായ്മയ്ക്കും സാഹിത്യത്തിനും വംശവർദ്ധനവുമായി ദൈവത്താൽ സ്ഥാപിതമാണ് വിവാഹം. കുടുംബജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണമെന്നായിരുന്നു പഴയ നിയമ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട്. പരസ്പരം ഉള്ള പരിചാരല്ല, അന്യോന്യമുള്ള പ്രോത്സാഹനമാണ് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് കാരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ഘട്ടം, ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്തത് നാളെ തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് വിശദമായി കേൾപ്പാനിടയാകും. ഏവരും പ്രാർത്ഥനയോടും ദൈവഭയത്തോടും ഇത് കേട്ട് മനസ്സിലാക്കി ഒരു നല്ല കുടുംബജീവിതത്തിന് ഉടമകളായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കി നാളെ നമുക്ക് കേൾപ്പാനിടയാകട്ടെ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.